1930 മാർച്ച് 12 അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ ലവണ സത്യാഗ്രഹത്തിനായി യാത്ര തുടങ്ങി. ലക്ഷ്യം ദൂരെ അറബിക്കടൽ തീരത്തുള്ള ദണ്ഡി എന്ന ഗ്രാമം. നയിക്കുന്നത് മറ്റാരുമല്ല, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. ബ്രിട്ടീഷ് ഭരണകൂടം ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയതിന് എതിരെയായിരുന്നു ഈ പ്രതിഷേധം. ദാരിദ്ര്യത്തിൽ വലയുന്ന സാധാരണക്കാരന് പോലും താങ്ങാൻ പറ്റാത്തതായിരുന്നു ഈ നികുതി. ഗാന്ധിജി നിസ്സഹകരണത്തിൻ്റെ പാതയിലൂടെ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തി. കാലുകൾ തളർന്നെങ്കിലും വെയിലിൻ്റെ കാഠിന്യം ഏറിയപ്പോഴും ഗാന്ധിജിയും അനുയായികളും മുന്നോട്ട് നടന്നു. ഓരോ ചുവടും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായുള്ള പോരാട്ടമായിരുന്നു. ലോകം മുഴുവൻ ഈ യാത്രയെ ഉറ്റുനോക്കി. ഒടുവിൽ 24 ദിവസത്തെ കാൽനട യാത്രയ്ക്ക് ശേഷം അവർ ദണ്ഡിയിലെത്തി. ഗാന്ധിജി കടൽ തീരത്തെ ഉപ്പ് കയ്യിലെടുത്തു. നിയമം ലംഘിച്ചു. ഈ ലളിതമായ പ്രവൃത്തി ഒരു കൊടുങ്കാറ്റായി മാറി. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ നിയമം ലംഘിച്ച് തെരുവിലിറങ്ങി. അറസ്റ്റുകളും ലാത്തി ചാർജുകളും ഉണ്ടായിട്ടും അവർ പിന്മാറിയില്ല. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിലുള്ള ഈ ധീരമായ പോരാട്ടം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാഴികക്കല്ലായി മാറി. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും ധൈര്യവും ഇന്നും നമുക്ക് പ്രചോദനമാണ്.